ഓണം ആഘോഷിക്കുവാൻ RPL തൊഴിലാളികൾക്ക് കരുതലായി RPL എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും. കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ RPL എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ RPL ജീവനക്കാർക്കും സാധാരണക്കാർക്കും 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ 1290 രൂപയ്ക്ക് സർക്കാർ സബ്സിഡിയോടുകൂടി നൽകുന്നു. സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ധർമ്മലിംഗം അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി ചിത്രരാജ് സ്വാഗതം പറഞ്ഞു. RPL എംപ്ലോയീസ് സൊസൈറ്റി പ്രസിഡന്റ് കൂവക്കാട് രമേശ് ഓണം സഹകരണ വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങളുടെ വിഷയങ്ങളിൽ സർക്കാർ கவனம் செலுத்தி விலக்கேற்றத்திலிருந்து மக்களை காப்பாற்றுவதற்காக சப்சிடி இனத்தில் சாதனங்களை விதரணம் செய்கிறது. அதனுடைய அடிப்படையில் கேரளம் முழுவதும் 26ஆம் தேதி தொட்டு அக்டோபர் 4ஆம் தேதி வரை 10 நாட்கள் 1800க்கு மேல் கேரளாவில் உள்ள சொசைட்டிகள் முகாந்தாரம் பாவப்பட்ட மக்களுக்கு இந்த சப்சிடி சாதனங்களை 13 இனம் சாதனங்களை விதரணம் செய்து நம்முடைய கஷ்டங்களில் சர்க்கார் பங்கு சேருகிறது என்பதை நான் உங்கள் முன் சந்தோஷத்தோடு தெரிவித்துக் கொள்கிறேன். இந்த நல்ல நிகழ்ச்சிக்கு நாம் முதலில் நம்முடைய சர்க்காருக்கு நன்றி செலுத்த வேண்டும். நான் இந்த சங்கத்தினுடைய தலைவராக இருந்த பொழுது நாங்கள் இந்த பொறுப்புகளை செய்வதற்காக இந்த சப்சிடி சாதனங்களை நாங்கள் கேட்டு வாங்குவதற்காக கொல்லம் JR முதல் புனலூர் AR வரை നിരന്തരமாக നടന്നു ചെന്ന് നമ്മുടെ പാവപ്പെട്ട തൊഴിലാളികൾക്കാகவும் ഓണക്കിറ്റുകളുടെ ആദ്യ വിൽപ്പന കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ P. ചന്ദ്രകുമാർ നിർവഹിച്ചു. ഏകദേശം 250ഓളം കിറ്റുകളാണ് കുളത്തൂപ്പുഴ എസ്റ്റേറ്റിലും ആയർനല്ലൂർ എസ്റ്റേറ്റിലും കൊടുക്കുന്നത്. ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ 13 ഐറ്റം ഫുൾ സബ്സിഡിയോടുകൂടിയാണ് സാധനങ്ങൾ തരുന്നത്. നമുക്കറിയാം നമ്മുടെ വിലക്കയറ്റങ്ങൾ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഓണം വന്ന് കൂടുന്നത്. നമുക്കറിയാം വെളിച്ചെണ്ണ, ഉദാഹരണം പറഞ്ഞാൽ വെളിച്ചെണ്ണ നമുക്കറിയാം ഈ സബ്സിഡി 1290 രൂപയാണ് സബ്സിഡി സാധനം ഇവിടെ നൽകാൻ പോകുന്നത്. ഭരണസമിതി അംഗങ്ങളായ സെൽവറാണി, രാജേശ്വരൻ, സരോജിനി, രാജ്കുമാർ എന്നിവർ സംസാരിച്ചു. RPL തോട്ടം തൊഴിലാളികൾ, സംഘം സഹകാരികൾ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. മീഡിയ 2020 ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.